കാണില്ല. ഇന്നത്തെ ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്ത് നോക്കിയായിരുന്നു? കുറച്ചൊക്കെ നോക്കി. ഡൗട്ട് തോന്നിയ? ഡൗട്ടിന് കുറച്ചു നേരം നോക്കിയുള്ളൂ. ലൈനൊക്കെ വരച്ച് നോക്കി. ബേസിക് സാധനങ്ങളാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് യൂസ് ചെയ്യുന്നതേ വേറെ മെത്തേഡിലേക്ക് വരുമ്പോൾ നമുക്കത് വരുന്നേ ഉള്ളു. അപ്പൊ വരുന്ന സമയം കൊണ്ട് ഇന്നലെ ചെയ്താലും അതൊക്കെ തന്നെ വന്നിട്ട് കാണിക്കാം. നമ്മൾ ഇന്നലെ ചെയ്തത് ലൈൻ കമാൻഡ് ആണ്. അത് വയർ ഫ്രെയിം എന്നുള്ള ഓപ്ഷനിലാണ് ലൈൻ കമാൻഡ് ഉള്ളത്. നമ്മൾ ഇന്നലെ ചെയ്തത് മൗസ് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കമാൻഡ് വയർ ഫ്രെയിം ലൈൻ കമാൻഡ്. ഓക്കെ, അങ്ങനെ ഏത് പ്രൊസീജിയറിലേക്ക് ലൈൻ വരയ്ക്കാം. അതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. പ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഒറിജിൻ, ആക്സെന്റ്, എൻഡ് പോയിന്റുകൾ, ഇന്റർസെക്ഷൻ, മിഡ് പോയിന്റിൽ നമുക്ക് ഓരോ പോയിന്റുകൾ വരയ്ക്കാം എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തിയത്. അപ്പം നമ്മൾ ഇന്ന് പുതിയത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞ് ലൈന് കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഈ വയർ ഫ്രെയിമിന് അടുത്തൊരു മെയിൻ ഓപ്ഷനാണ് സർക്കിൾ. ഓക്കെ, ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സർക്കിൾ. മെയിനായിട്ട് ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഹോൾസുകൾ വരയ്ക്കാനായിട്ടാണ് വരുന്നത്. ഒരു 50 ഡയമീറ്ററുള്ള ഒരു ഹോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ജസ്റ്റ് എൻ്റർ ദ പോയിന്റ് ഉണ്ടാവും. എല്ലാത്തിനും ഇവിടെ എഴുതി വരും. നമ്മൾ ഫസ്റ്റ് കമാൻഡ് എടുക്കുന്ന സമയത്ത് ഈ സർക്കിൾ കമാൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ സെന്റർ പോയിന്റ്, അതായത് പോയിന്റ് എൻ്റർ ചെയ്യുക. നമ്മൾ പറയുന്ന ഒറിജിനിൽ നിന്നാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇപ്പൊ ഒരാൾ കൂടി വന്നിട്ട് പറയണം നമ്മളിപ്പോ പുതിയതായിട്ട് സർക്കിളാണ് ഇനി അടുത്തൊരു ഇത് പഠിക്കാനുള്ളത്. സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റർ ദ സെന്റർ പോയിന്റ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഏതാണോ അതിന്റെ സെന്റർ, നമുക്ക് ഒറിജിനിൽ നിന്നാണ് സെന്റർ പോയിന്റ് വരുന്നത്. ഇവിടെ മുമ്പെടുത്ത് വരുന്ന ഒറിജിൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വിടുക. ഇപ്പൊ നമുക്ക് ഡയമീറ്റർ ഉണ്ടാക്കി ഈ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡയമീറ്റർ പറഞ്ഞു കൊടുക്കാം. നമുക്ക് 50 ഡയമീറ്റർ ആണ് വേണ്ടത്. അല്ലെങ്കിൽ റേഡിയസ് ആണെങ്കിൽ റേഡിയസ് 25 കൊടുക്കാൻ അവിടെ വരും. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ മുമ്പ് വരച്ചൊരു സർക്കിളാണ് ലൈൻ. ഓക്കെ, കേട്ടോ, ഈ ലൈനിന്റെ മിഡ് പോയിന്റ് നമുക്കൊരു 100 amount സർക്കിൾ വരയ്ക്കണം എന്ന് വിചാരിച്ചു. എന്താ സർക്കിൾ എടുക്കുക. ഇതിന് മിഡ് പോയിന്റ് അല്ലേ വേണ്ട. നമ്മൾ മുമ്പ് ഇന്നലെ കാണിച്ച അതേ ഒരു മെത്തേഡ് അതായത് മിഡ് പോയിന്റ് നമ്മൾ ഇന്നലെ പഠിച്ചാണ്. മിഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർസർ ഇങ്ങനെ മൗസ് അങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. സർക്കിൾ ഇങ്ങനെ വരും.
ഇവിടെ അതിനനുസരിച്ചുള്ള ഡയമണ്ട് കൂടിയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പറയുക 50 50 50. അങ്ങനെയാണ് ഒരു സർക്കിൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ സർക്കിളിനകത്ത് വേറൊരു പോയിന്റാണ് ആർക്ക് 3 പോയിന്റ്. നമുക്ക് 3 പോയിന്റ് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ ഒരു പോയിന്റ്, ഇപ്പം ഈ ആർക്കിന്റെ ക്വാഡ്രന്റ് ആണ് ഇടുന്നത്, ഇവിടെ നിർത്തുക ക്വാഡ്രന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അങ്ങനെ 3 പോയിന്റ് വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു പൊസിഷൻ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു മോഡൽ വരച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു കസ്റ്റമറിന് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അപ്പൊ അയാളുടെ പോയിന്റുകൾ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഈ പോയിന്റിനെ ബന്ധിപ്പിച്ചിട്ടാണ് ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ ആർക്ക് 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഈ മാക്സിമം എല്ലാവരും ടൈം കീപ്പ് ചെയ്ത് തന്നെ വരാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോകേണ്ടി വരും. ഒന്നത് പറയാൻ നമുക്ക് സർക്കിള് പുതിയതായിട്ട് വരുന്നതാണ്. സർക്കിള് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വൃത്തം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ നമുക്കൊരു ഒറിജിനിൽ നിന്ന് വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒറിജിൻ ക്ലിക്ക് ചെയ്യുക, ഡയമണ്ട് കൊടുക്കുക. ഇതാണ് അതിന്റെ ബേസിക് പോയിന്റ്. സർക്കിൾ വരയ്ക്കാനുള്ള ഒരു ബേസിക് പോയിന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട ഡയമണ്ട് പറഞ്ഞു കൊടുക്കുക. ഇനി പല ഏരിയകളിൽ നമുക്ക് സർക്കിൾ വരയ്ക്കും. അതിപ്പോ നമ്മൾ മുമ്പ് പഠിച്ച കമാൻഡാണ് ലൈൻ. ഒക്കെ ലൈൻ ഉണ്ട്. ആ ലൈൻ കമാൻഡ് മിഡ് പോയിന്റിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. സർക്കിൾ എടുക്കുക, ഇവിടെ നമ്മൾ ആർക്ക് മിഡ് പോയിന്റ് സെലക്ഷൻ ചെയ്യുക. മിഡ് പോയിന്റ് സെലക്ഷൻ ചെയ്ത് നമ്മൾ ലൈനെ കൊണ്ട് വെക്കാൻ തന്നെ വരുന്നുണ്ടോ. ഡയമണ്ട് 25 ആണെങ്കിൽ 25. ഓക്കെ, ഇനി ഇന്നലെ പഠിച്ച അതേ പോയിന്റ്, ഈ പോയിന്റുകൾ നമ്മൾ നേരത്തെ പറയുന്ന കസ്റ്റമർ ഒരു പോയിന്റുകളാണ്, ഈ പോയിന്റുകളിലാണ് നമുക്ക് സർക്കിൾ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ആർക്ക് 3 പോയിന്റ്. 3 പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ, ആ 3 പോയിന്റിനെ ബേസ് ചെയ്ത് ഒരു സർക്കിൾ ക്രിയേറ്റ് ആക്കാം. അതാണ് ആർക്ക് 3 പോയിന്റ്. പിന്നെ ആർക്ക് ടാൻജന്റ്. നമുക്ക് ഇതിൽ നമ്മളൊരു ടാൻജന്റ് ലൈനിലാണ് ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ അതും ക്ലിക്ക് ചെയ്യുക. ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് ക്ലിക്ക് ചെയ്യുമെങ്കിൽ അത് തമ്മിലൊരു ടാൻജന്റ് ആയിട്ടൊരു ആർക്ക് ക്രിയേറ്റ് ആകും. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ആർക്ക് എൻഡ് പോയിന്റ്. 2 പോയിന്റുകൾ തമ്മിൽ വെച്ചിട്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാം. എത്ര വേണേലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർക്ക് വരയ്ക്കാനാണ് ആർക്ക് എൻഡ് പോയിന്റ്. പിന്നെ ആർക്ക് പോളാർ. ഇത് നമ്മൾ മിഡ് പോയിന്റ് സെലക്ഷൻ ചെയ്യുക, നമ്മൾ റേഡിയസ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എത്ര ഇതിലാണ് സ്റ്റാർട്ട് എൻഡ്, അതായത് നമ്മൾ സ്റ്റാർട്ട് പോയിന്റ് ഇത്ര എൻഡ് ഡിഗ്രി വരച്ചു കൊടുത്താൽ ആ ഡിഗ്രിക്ക് എത്രയാണോ അവിടെ നമുക്ക് ഒരു ആർക്ക്, ഒരു ഹാഫ് റൗണ്ട് ആയിട്ടുള്ളൊരു ഇതിന്റെ ഓപ്ഷൻ ആർക്ക് പോകാം. അതൊന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഉപയോഗം വരുന്ന സെറ്റപ്പ് അല്ല. നമുക്ക് ഓപ്ഷൻ പഠിക്കുന്ന രീതിയിൽ വേണം ലാസ്റ്റ് വണ്ടി. ഓക്കെ, അപ്പം സർക്കിളിന്റെ അടുത്തൊരു പോയിന്റാണ് ആർക്ക് പോളാർ. അതായത് നമ്മളൊരു പോയിന്റ് സെലക്ഷൻ ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഒരു പകുതി മതി. ഇവിടുന്ന് വേണ്ട, ഇവിടെ വേണ്ട കേട്ടോ. ഇത്ര ഏരിയ നമുക്ക് വേണ്ട, ബാക്കിയുള്ള ഏരിയകൾ മാത്രം നമുക്ക് സർക്കിൾ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മളെ ഡയമീറ്ററിന്റെ ആർക്ക് കൊടുക്കാമെങ്കിൽ ആ ആർക്കിലേക്കുള്ള ഡയമണ്ട് വരും. അപ്പൊ നമ്മൾ ട്രിം ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതാണ് ആർക്ക് പോളാർ. പിന്നെ ആർക്ക് പോളാർ എൻഡ് പോയിന്റ്, അത് ഇതേ സെയിം മെത്തേഡ് തന്നെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്കിനി ഒരു മോഡലിനകത്ത് നമുക്ക് എങ്ങനെ സർക്കിൾ വരയ്ക്കാം എന്നുള്ളത്, സർക്കിളിനെ പറ്റി ഏകദേശം മനസ്സിലായില്ലേ, സർക്കിൾ എന്താണ്, സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു ഇത് മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് റെക്ടാങ്കിൾ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിച്ചത് ലൈൻ പഠിച്ചു, പോയിന്റ് പഠിച്ചു, സർക്കുലർ പഠിച്ചു, ഇത് റെക്ടാങ്കിൾ. ഞാനിതിങ്ങനെ ഓരോ ഓപ്ഷനിലേക്ക് കൊണ്ടുപോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും ആയി വന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത റെക്ടാങ്കിൾ എടുക്കുമ്പോൾ നമുക്ക് 2 രീതി വരയ്ക്കാം. ഒന്ന് നമുക്കൊരു ഏതൊരു പോയിന്റിനെ ബേസ് ചെയ്ത്, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് റെക്ടാങ്കിൾ വരയ്ക്കാം. ഇവിടെ നമുക്ക് അതിന്റെ വിഡ്ത്ത് നമുക്ക് മെൻഷൻ ചെയ്യാം, 100 150 ഹൈറ്റ് അങ്ങനെ ചെയ്യാം.
പിന്നെ അല്ലെങ്കിൽ ഈ റെക്ടാങ്കിൾ നമുക്ക് വേറെ പറ്റുന്നത് റെക്ടാങ്കിൾ നമുക്ക് ആങ്കർ സെന്റർ. അതായത് നമ്മുടെ ജോബ് എല്ലാം മാക്സിമം സെന്റർ ബേസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഈ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സെന്ററിൽ നിന്ന് ഈക്വൽ ആയിരിക്കും നമ്മുടെ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ 200 പോയിന്റ് കൊടുക്കാമെങ്കിൽ അതിന്റെ ഹൈറ്റ് 200 നമ്പർ കൊടുക്കാമെങ്കിൽ അതിന്റെ വിഡ്ത്ത് നമുക്കിവിടെ വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഇതിനകത്ത് ഡയമെൻഷൻസ് കൊടുക്കുന്നത്. അതിൽ തന്നെ ഈ റെക്ടാങ്കിളിൽ തന്നെ നമുക്ക് പല ഇതുണ്ട്. റെക്ടാങ്കിൾ ഷേപ്പ്, അതായത് നമുക്കൊരു സർക്കിൾ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കോർണർ റേഡിയസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മുമ്പ് തന്നെ റെക്ടാങ്കിൾ ഇതുണ്ട്. ഇത് വെച്ചാൽ ഇതിന്റെ ഒറിജിനൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഈ റെക്ടാങ്കിളിന്റെ സൈഡുകൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് റേഡിയസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ നമുക്ക് താഴത്ത്. ഇതിന്റെ ഹൈറ്റ്, ഇതിന്റെ വിഡ്ത്ത്, ഇവിടെ നമുക്ക് ഫില്ലറിന്റെ റേഡിയസ് വരികയാണെങ്കിൽ നമുക്കൊരു 5 റേഡിയസ് വേണം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഉണ്ടോ, 9, 20. അങ്ങനെയുള്ളൊരു ഓപ്ഷനാണത്. പിന്നെ അടുത്ത വെച്ചാൽ തന്നെ പോളിഗൺ. പോളിഗൺ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം നമുക്കൊരു ഹെക്സഗൺ വരയ്ക്കുന്നതിന് ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് പോളിഗൺ. അപ്പൊ നമ്മളിവിടെ സൈഡ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒറിജിൻ പോയിന്റ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഉണ്ടോ, ഇവിടെ നമ്മൾ ഇതിന്റെ റേഡിയസ് ആണ്. ഇത് നമ്മൾ ഈ റേഡിയസ് എന്ന് പറയുന്നതിന്റെ എക്രോസ്ലാറ്റ് ആയിരിക്കും. നമ്മളിപ്പം പറയുമ്പോൾ നമ്മൾ മെഷീൻ ചെയ്യുമ്പോൾ ഡ്രോയിങ് ശ്രദ്ധിച്ചില്ലേ, 14 എക്രോസ്ലാറ്റ്, 12 എക്രോസ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റേഡിയസ് ആണ് നമ്മളവിടെ 14 കൊടുക്കുന്നത്. ഇതിന്റെ എക്രോസ്ലാറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 14 ആയിരിക്കും. ഇത് 6 എഡ്ജ് വേണം, 6 എഡ്ജ്, 5 എഡ്ജ് വേണം, 5 എഡ്ജ്. അത് നമ്മുടെ എന്താണ് ഡ്രോയിങ്ങിൽ പറയുന്നത്. അതിന്റെ കോർണറുകളിൽ നമുക്ക് ഫില്ലറ്റ് വേണോ, ഫില്ലറ്റ് വേണമെങ്കിൽ 1ന്റെ ഫില്ലറ്റ് വേണമെന്നാണ് ഈ ഏരിയയിൽ ഫില്ലറ്റ് വന്ന്. പിന്നെ ഇത് റൊട്ടേഷൻ ആംഗിൾ, നമുക്ക് ഈ ക്രോസ് ആയിട്ട് നമ്മൾ നേരെ തന്നെയാണ് വേണമെങ്കിൽ ഇവിടെ നമ്മൾ റൊട്ടേഷൻ ആംഗിൾ 45 അല്ലെങ്കിൽ 90 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സൈഡും എക്സലിൽ കിട്ടത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലൈൻ കിട്ടും. അപ്പൊ അവിടെ നമുക്ക് റൊട്ടേഷൻ ആംഗിൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എലിപ്സ്, അത് നമുക്കൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സർക്കിൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എലിപ്സ് ക്രിയേറ്റ് ആയി. നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗം വരുന്ന ഒരു സാധനമല്ല, എന്നാൽ പോലും നമുക്ക് ഇതായിട്ട് വരുന്നൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഹെലിക്സ്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഈ 3 റെക്ടാങ്കിൾ ഷേപ്പ്, പോളിഗൺ, എലിപ്സ്, ഹെലിക്സ്. ഇത് നമ്മൾ ത്രെഡിങ് അതുപോലുള്ള ഐറ്റംസ് വരുമ്പോഴത്തേക്ക് നമുക്കിത് ശരിക്കും പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ ഈ ഓപ്ഷനിലേക്ക് പോകണ്ട, നമ്മൾ റെക്ടാങ്കിളിന്റെ ഒരു 2-3 ഷേപ്സുകൾ നമുക്ക് പഠിക്കാം. അപ്പൊ അതുപോലെ നമുക്കൊരു ചെറിയൊരു ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് റെക്ടാങ്കിൾ, സർക്കിള്, ലൈന്, അതുപോലെ അത് പഠിക്കുന്നു. ഇനി ഈ ലൈനിന്റെ തന്നെ 2-3 നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. ലൈൻ, പാരലൽ, അതെന്താ നമുക്ക് അതിന്റെ 2-3 കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ ലൈന് പാരലായിട്ട് നമുക്ക് കുറച്ച് ലൈൻസ് താഴേക്ക് വേണം. അതിനാണ് ഈ ലൈൻ പാരലൽ എന്ന് പറയുന്നത്. ഈ ലൈനിന് വെച്ചിട്ട് നമ്മൾ എത്രയാണോ അതിന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ പാരലായിരിക്കും. ഇവിടെ നമ്മൾ അതിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 10 പാരലായിട്ട് നമുക്കൊരു ലൈൻ വേണം, പിന്നെ 10. അപ്പൊ ഇത് പറയണം നമുക്ക് ഇത് 1 സൈഡാണ്. ഇവിടെ നമുക്ക് സെലക്ട് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ബോത്ത് സൈഡ്സ് എന്ന് കൊടുക്കാം. സെലക്ട് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സൈഡ്, ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിലേക്ക്, ഇനി 2 സൈഡിലേക്കും വേണമെന്ന് പറഞ്ഞാൽ ബോത്ത് സൈഡ്. അപ്പൊ ഈ ലൈനിന്റെ പാരലായിട്ട് നമുക്ക് 3 ഓപ്ഷനാണ്. ഒന്ന് ഒരു 20 ആണെങ്കിൽ സെലക്ട് സൈഡ് പറഞ്ഞാൽ നമ്മൾ അതായത് നമ്മൾ ആദ്യം ഒരു
ഈ ലൈനാണ് പാരലൽ എന്ന് വെച്ചാൽ ലൈൻ പാരലൽ. ഓക്കെ, ലൈൻ ചെയ്യുക, നമ്മുടെ ഏത് സൈഡിലേക്കാണെന്ന് കർസർ മൂവ് ചെയ്യുക, അതാണ് സൈഡ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു, ഇത് സൈഡായി. അപ്പൊ ഇവിടെ നമ്മൾ 50 അതിന്റെ എത്ര പാരലൽ ചെയ്യണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക, 25. സെലക്ട് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നേരെ നമ്മൾ സെലക്ട് ചെയ്ത സൈഡ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇത് പാരലൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോത്ത് സൈഡ്, ഈ 3 സൈഡിലേക്ക്. അതുപോലെ തന്നെ അത് എങ്ങനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് അതിനെ പാരലൽ ഇങ്ങനെ ലൈനിന്റെ പാരലാണ് വേണ്ടെങ്കിൽ ഇത് ബോത്ത് സൈഡ് കൊടുത്തോണ്ടാണ് രണ്ട് സൈഡിലേക്ക് പോകുന്നത്. നമുക്ക് ഒരു സൈഡിലേക്ക് മതിയെങ്കിൽ സെലക്ട് ഒരു സൈഡ്. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ ലൈൻ പെർപെൻഡിക്കുലർ, അതായത് ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ലൈൻ പെർപെൻഡിക്കുലർ. അപ്പൊ ഇവിടെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ലൈൻ നമുക്ക് ഒരു ഓപ്പോസിറ്റ് സൈഡിലൂടെ അങ്ങനെ രണ്ട് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, അതാണ് ലൈൻ പെർപെൻഡിക്കുലർ. നമ്മൾ മോഡൽസ് ചെയ്തു വരുന്ന സമയത്തേക്കാണ് നമുക്ക് കൂടുതലും നമുക്ക് യൂസ് ആയി വരുന്നത്. അതിന് നേരത്തേക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കെച്ച് വരയ്ക്കുന്നതിന് മെയിൻലി ബേസ്ഡ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ലൈൻ, സർക്കിൾ, പോയിന്റ്, ലൈനകത്ത് തന്നെ ലൈൻ പാരലൽ, സർക്കിളിനകത്ത് തന്നെ ആർക്കിന്റെ 3 പോയിന്റുകൾ, പിന്നെ റെക്ടാങ്കിളിന്റെ 1, 2, 3 ഈ 3 നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. റെക്ടാങ്കിൾ ഷേപ്സും പോളിഗണും, ഇത് 3 ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗം വരുന്നത്. പിന്നെ അടുത്തത് സ്പ്ലൈൻ എന്ന് പറയുന്ന ഒരു ഐറ്റം. ഈ സാധനം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉപയോഗം നമ്മുടെ ഈ മോഡലിങ്ങിനകത്ത് വരുന്നില്ല. ഇത് കൂടുതലും സർഫസുകൾ മേക്ക് ചെയ്യുന്ന സമയത്തും അതേപോലെ, അതായത് നമുക്കൊരു സ്പ്ലൈൻ നമുക്കൊരു ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് പോകാന്നുള്ളൊരു ഇതാണ് സ്പ്ലൈൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേക ഒരു ഷേപ്പ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതനുസരിച്ചിട്ട് സ്പ്ലൈൻ വരും എന്നുള്ളതാണ്. പക്ഷെ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാൽ ഇത് നമുക്കൊരു ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. സൈസിലേക്ക് ഡിഫൈൻ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് പറ്റില്ല. ഈ സ്പ്ലൈൻ മെയിൻ ആയിട്ട് വരുന്ന സർഫസുകൾ വരച്ച് വരുന്ന സമയത്താണ് നമുക്ക് സ്പ്ലൈൻ മെയിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അതുള്ളത് വെച്ചാൽ ഈ സർക്കിളിന്റെ തന്നെ ഒരു ബോൾട്ട് സർക്കിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മള് സർക്കിൾ വരുമ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് PCD ഹോൾസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്പർ ഓഫ് ഹോൾസ് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ഉണ്ടോ, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഡിഗ്രി ചേഞ്ച് ആവും, 90 ഡിഗ്രി. ഇവിടെ എത്ര ആർക്കിന്റെ ഡയമീറ്റർ 100 ആണ്, 100. അതുപോലെ തന്നെ ആർക്കിന്റെ ഡയമീറ്റർ, അതായത് നമ്മൾ കൗണ്ടർ വരച്ചിട്ടുണ്ട് ആ ഡയമീറ്റർ. അപ്പൊ നമ്മൾ നമ്മുടെ ചില ഡ്രോയിങ്ങുകളിലൊക്കെ നമുക്ക് PCD സർക്കിൾസ് ഇത്രയാണ്, ഇത്ര പിച്ചിൽ 3 കോൾ വേണം, 120 ഡിഗ്രി 3 കോൾ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ഇനി നമ്മൾ സെലക്ഷൻ ചെയ്യുന്ന ആംഗിൾ എങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. 45 ഡിഗ്രി 3 കോളാണ് വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 45 ഡിഗ്രിയിലേക്ക് ആ ഹോൾ മെൻഷൻ ആകും. അതാണ് ഫുൾ ആർക്ക്. അതൊരു നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന നമ്പറിനനുസരിച്ചാണ് ആ ഹോളുകൾ വരുന്നത്. 2 ഹോളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. ഇവിടെ 180 ഡിഗ്രി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അപ്പൊ സർക്കിൾ ഡയമീറ്റർ കൊടുക്കാം. ഈ സ്റ്റാർട്ട് ആംഗിൾ ഇപ്പൊ നമുക്കൊരു 45 ഡിഗ്രി മാറിയിട്ടാണ് 2 ആംഗിൾ കൊടുക്കണമെങ്കിൽ ഇവിടെ 45 ഡിഗ്രി കൊടുക്കാമെങ്കിൽ കിട്ടാം. ഈ 45 ഡിഗ്രി മാറിയിട്ട് 2 ഹോൾ. അപ്പൊ നമ്മൾ പോയിന്റ് എടുത്തൊന്നും ഹോൾസ് വരയ്ക്കേണ്ട ആവശ്യകതയില്ല. നമുക്കൊരു ബോൾട്ട് ഹോൾ അങ്ങനെയൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ സംഭവം, ബോൾട്ട് ഹോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് 2-3 ഇത് വെച്ചിട്ട് നമുക്ക് 2-3 ചെറിയ ചെറിയ ഡ്രോയിങ്സുകൾ ആദ്യം വരച്ച് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് 1-2 കാര്യങ്ങളോട് ഈ സ്കെച്ച് വരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ലൈനുകൾ വരയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ലൈനുകളൊക്കെ തമ്മിൽ നമുക്ക് എങ്ങനെ യോജിപ്പിക്കാം
എങ്ങനെ ഇത് തമ്മിൽ യോജിപ്പിക്കാം, എങ്ങനെ ചെയ്യാം, സ്ക്വയർ കിട്ടാം എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ട്രിം ടു എൻറ്റിറ്റീസ് എന്നൊരു ടൂളാണ് ട്രിം ടു എൻറ്റിറ്റീസ്. ഓക്കെ, ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രിം എന്നുള്ള ഓപ്ഷൻ, ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ് ട്രിം എന്നുള്ള ഓപ്ഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈൻ ഇടും. ഇവിടെ നമ്മൾ ട്രിം ആക്കി, അതേപോലെ 2 എൻറ്റിറ്റീസ് 1 എൻറ്റിറ്റീസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് നേരെ 2 എൻറ്റിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്യണ്ട കട്ടായിപ്പോ, ഇവിടുന്ന് ഇങ്ങനെ കട്ടായിപ്പോ, ഇത് തമ്മിൽ ജോയിന്റ് ആകുന്നുണ്ട്. അതാണ് ട്രിം 2 എൻറ്റിറ്റീസ്. ഇനി 1 എൻറ്റിറ്റീസ് ആണ് കൊടുക്കണമെങ്കിലോ നമ്മൾ വേറെ ലൈൻ വരച്ച് ഇവിടെ നമ്മൾ ട്രിം 2 എൻറ്റിറ്റീസ് എടുക്കുക. അതിൽ 1 എൻറ്റിറ്റീസ് ആണ് കൊടുക്കുന്നത്. ആദ്യത്തെ ഒന്നാമത്തെ ഓപ്ഷൻ 1. ഇത് ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും 1 എൻറ്റിറ്റീസ് ആയിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ച് ഇത് സെലക്ഷൻ ചെയ്ത് കട്ടിങ് ഒന്നും പോവില്ല. ജസ്റ്റ് നമ്മുടെ ലൈൻ ചെന്നിട്ട് അതേ മുട്ടുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് 1 എൻറ്റിറ്റീസ്. നമ്മൾ 2 എൻറ്റിറ്റീസ് ആണ് കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് ഇത് ജോയിന്റ് ആവുന്ന സമയത്ത് ഏതാണോ നമ്മൾ കണക്ഷൻ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ്, നമ്മൾ 2 എൻറ്റിറ്റീസ് പറഞ്ഞിട്ട് ഈ ലൈനുമാണ് നമ്മൾ സെലക്ഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈൻ ട്രിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമാണ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ കർസർ മാർക്ക് തന്നെ ഉണ്ടോ, തിരിച്ചു പിടിച്ചപ്പോ ഇപ്പുറത്ത് പോയി ഈ സൈഡിലേക്ക് വന്നപ്പോ ഇങ്ങോട്ട് പോയി. നമ്മൾ ജസ്റ്റ് ലൈനിന്റെ തൊട്ട് പറ്റുള്ള പോയിന്റുകൾ സെലക്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ലൈൻ സെലക്ഷൻ ചെയ്യുക, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ട്രിം ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ട്രിം എൻറ്റിറ്റീസ്. അതുപോലെ ട്രിം 3 എൻറ്റിറ്റീസും ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. 3 പോയിന്റിനെ വെച്ചിട്ട് നമുക്ക് ട്രിം ചെയ്യാം. ഇതിനെ ട്രിം ചെയ്യണമെങ്കിൽ ഈ ട്രിം ഇതുമാണ് കൊടുക്കണമെങ്കിൽ ഈ 3 പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അത് ട്രിം ആയി വരും. നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ട്രിം 1 എൻറ്റിറ്റീസ്, ട്രിം 2 എൻറ്റിറ്റീസ്. ഇത് രണ്ട് മെത്തേഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ശരിക്കും നല്ലപോലെ അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരു അതുപോലെ തന്നെ ഡിവൈഡ്, ഈ ഡിവൈഡ് എന്നൊരു ഓപ്ഷനും അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡിവൈഡ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മൾ കുറച്ച് ലൈൻസുകൾ ഇങ്ങനെ വരച്ച് അത് ഈ പറഞ്ഞ ട്രിമ്മിന്റെ തന്നെ വേറൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഒരു സംഭവം വരിക. നമുക്ക് ഇവിടെ ഇതിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. പക്ഷെ ഇത് നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഫുൾ ആയിട്ട് പോകും. കാരണം നമുക്ക് ഈ സർക്കിളിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോയിന്റ് മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഡിവൈഡ്. നമുക്ക് ആവശ്യമില്ലാത്ത മേഖലകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഇങ്ങനെ ഷേപ്പ് നമുക്ക് വരക്കണം എന്നുള്ള സമയത്ത് നമ്മളത് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡിവൈഡ്. നമുക്ക് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ജസ്റ്റ് ഡ്രോയിങ് പോലെ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്കൊരു താക്കോലിന്റെ ഒരു കീ ലോക്ക് നമുക്ക് വരക്കണം എന്ന് വിചാരിക്കും. നമ്മൾ വരയ്ക്കാൻ വെച്ചാൽ നമ്മളോട് ലൈൻ വരച്ച് ഓക്കെ, ഇതിനൊരു ലൈൻ പാരൽ ചെയ്ത് രണ്ട് സൈഡിലേക്കും ബോത്ത് സൈഡ് ചെയ്ത് ഒരു 10 mm, 25 mm, 50 mm കൊടുത്തു. ഓക്കെ, ഈ ലൈൻ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആ പറഞ്ഞ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു താക്കോലിന്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് എടുക്കാം. ഇത് കളയാം. ആ പോയിന്റ് കളഞ്ഞ് എവിടെ തമ്മിൽ മുട്ടിയിരിക്കുന്നു ആ ഏരിയകളെല്ലാം നമുക്ക് ഡിവൈഡ് ആയി പോകും. ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് ഈസിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈഡ് എന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ട്രിം ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കുറേയൊക്കെ ഇത് മുമ്പ് ചെയ്ത അതേ ലൈൻസ് തന്നെയാണ്. നമ്മൾ ഇതിനെ ഈ ഡിവൈഡ് തന്നെ നമുക്ക് ട്രിം ഓപ്ഷൻ ഉപയോഗിച്ചും ചെയ്യാം. ട്രിം 1 എൻറ്റിറ്റീസ് എടുക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വരണ്ട, ക്ലിക്ക് ചെയ്യുക, ഇവിടെ കളയുക, ക്ലിക്ക് ചെയ്യുക, ഇത് 2 എൻറ്റിറ്റീസിലേക്ക് പോവുക, ക്ലിക്ക് ചെയ്യുക, ഇത് കളയുക. പക്ഷെ ഇതൊരിക്കലും നമുക്ക് ഇങ്ങനെ ഇതിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഇത്ര ഭാഗം നമുക്ക് കട്ടായി പോകും.
അപ്പൊ അത് ആ സമയത്താണ് നമ്മൾ ഡിവൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൂടി എടുത്തിട്ട് നമുക്ക് ഈ മുട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിൽ നമുക്കിന്ന് കളയാം. നമ്മളൊരു സ്കെച്ച് ഡ്രോയിങ്സുകൾ വരച്ചു വരുമ്പോഴത്തേക്കും നമുക്കത് നല്ലപോലെ അത് ശരിക്കും മനസ്സിലാവും. ഞാൻ ജസ്റ്റ് നമ്മുടെ ടൂൾസുകൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് അത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്കൊരു രണ്ട് ലൈൻസുകളെ തമ്മിൽ ജോയിൻ എൻറ്റിറ്റീസ്. നമുക്ക് അടുത്തൊരു ഓപ്ഷനാണ് ഡിവൈഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഡിവൈഡിനകത്ത് തന്നെ നമുക്ക് ജോയിൻ, അതായത് ഡിവൈഡിനകത്ത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്തൊരു വരുന്നത് ജോയിൻ എൻറ്റിറ്റീസ്, അതായത് നമുക്ക് രണ്ട് ലൈനുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ. അതുപോലെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് ഇതിന്റെ തന്നെ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് ജോയിൻ എൻറ്റിറ്റീസ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജോയിൻ ആയില്ല, ജോയിൻ എൻറ്റിറ്റീസ് പറഞ്ഞിട്ട് ഈ ലൈനും ഈ ലൈൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ എൻറ്റിറ്റീസ് നമ്മളിങ്ങനെ ലൈൻ വരച്ചു. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് മുറിഞ്ഞു പോയി, ഇങ്ങനെ വെച്ചിട്ട് മുറിഞ്ഞു പോയി. പക്ഷെ നമുക്ക് വീണ്ടും ഇതിൽ തമ്മിലൊന്ന് യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ എൻറ്റിറ്റീസ് എടുത്തിട്ട് ഈ ലൈനും കൂടി സെലക്ഷൻ ചെയ്തിട്ട് എൻഡ് സെലക്ഷൻ കൊടുത്താൽ അത് ജോയിൻ ആകും. നമ്മൾ ചിലപ്പോൾ നമ്മൾ സ്കെച്ചൊക്കെ വരച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചിരിക്കും, നമ്മൾ എന്തെങ്കിലും കാരണങ്ങളാൽ ഈ ലൈൻ നമുക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു. പിന്നീട് നമുക്കിത് ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ജോയിൻ എൻറ്റിറ്റീസ്. ഓക്കെ, മനസ്സിലായോ? പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഈ മോഡിഫൈ ലെങ്ത്. അതായത് ഈ മോഡിഫൈ ലെങ്ത് നമുക്കിപ്പോ ഈ ഒരു ലെങ്ത് ഉണ്ട്, ഇപ്പൊ ഈ ലെങ്ത് നമുക്കൊരു 10 എണ്ണം കൂടി നമുക്ക് മുന്നോട്ട് നീക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കുക, ഒരു 10 എണ്ണം കൊടുക്കുക, ലൈനപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. 100 എണ്ണം കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഉണ്ടോ? അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 എണ്ണം. അതുപോലെ തന്നെ ഇതിൽ ഷോർട്ട് എണ്ണം ഉണ്ട്, അതായത് നമുക്കിപ്പം ഇതിന് ചെറുതാക്കിയും കൂടി വേണം. അതായത് നമുക്ക് എത്രത്തോളം നമ്മൾ മുമ്പോട്ടാക്കിയോ അതുപോലെ തന്നെ ഇതിന് ചെറുതാക്കിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ലൈനെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ വാല്യൂ കൊടുക്കുക, എത്ര നമുക്ക് ഷോർട്ട് ചെയ്യണം നോക്കുക. അല്ലെങ്കിൽ ഷോർട്ടായി വരുന്നുണ്ടോ? അവർ തിരിച്ചു. ഇതൊക്കെ നമുക്ക് ഈ എന്താണ് നമ്മൾ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് സ്കെച്ചുകളെ നമുക്ക് ശരിയായിട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസുകളാണ് ഈ സാധനം. മോഡിഫൈ ലെങ്ത്, ജോയിൻ എൻറ്റിറ്റീസ്, ഡിവൈഡ്, പിന്നെ ഈ ഡൈനാമിക് ട്രിം. ഡൈനാമിക് ട്രിം നമ്മൾ മറ്റേ സെയിം ഈ ട്രിം എൻറ്റിറ്റീസിന്റെ സെയിം ഓപ്ഷൻ ഡൈനാമിക് ട്രിം. അതുപോലെ ബ്രേക്ക് ടു പീസ്, അതായത് നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് ഇതിന് ബ്രേക്ക് ടു പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടാവും. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ബ്രേക്ക് പൊസിഷൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടായി. കേട്ടോ, ആണോ? ഈ ലൈനെ കണ്ടോ? ഇപ്പൊ നമ്മൾ ഒന്നായിട്ട് വരച്ച ലൈനാണ്, ഇതിപ്പോ രണ്ടായി. അങ്ങനെ നമുക്ക് ഈ ലൈനുകൾ തമ്മിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രേക്ക് ടു പീസസ്. അതെ, അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പം ഇതിൽ പറഞ്ഞിരുന്ന ഈ വയർ ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ പോയിന്റ് പിടിച്ച് ബോൾഡ് സർക്കിൾ, ലൈൻ പാരല്, സർക്കിള്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വെച്ചാൽ നമുക്ക് സ്കെച്ചിന് ഏറ്റവും നമ്മൾ മാസ്റ്റർ ക്യാമ്പിൽ ഇപ്പം നമ്മൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാം അല്ല നമ്മളിപ്പം പഠിക്കുന്നത്. മാസ്റ്റർ ക്യാമ്പിൽ ക്യാഡ് സെക്ഷൻ ആണ് നമ്മളിപ്പം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ക്യാമിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന നമുക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടൂൾസുകൾ മാത്രമാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലപോലെ ആ ഒരു സ്കെച്ചിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ സർക്കിൾ പോയിന്റ്, ആർക്ക് 3 പോയിന്റ്, ആർക്ക് ടാൻജന്റ്, സ്പ്ലൈൻ, പിന്നെ റെക്ടാങ്കിൾ ഷേപ്പ്, പോളിഗൺ. ഓക്കെ, പിന്നെ ബൗണ്ടറി ബോക്സ്. ഇത് ഞാൻ ബൗണ്ടറി ബോക്സ് ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മൾ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കാണ് കൂടുതൽ ബൗണ്ടറി ബോക്സ് കാര്യം. ക്ലിയർ ലെറ്റർ ഞാൻ അത് വരുമ്പോൾ കാണിച്ചുതരാം. ഇതൊക്കെ നമുക്കൊരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് റെക്ടാങ്കിൾ വരച്ച്
നമ്മൾ ഒരു ഫില്ലറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലറ്റ് എടുക്കുക. ഇവിടെ റേഡിയസ് കൊടുക്കുക. എത്രന്റെ റേഡിയസ് ആണോ 10 റേഡിയസ് കൊടുക്കുക. 2 എൻഡുകൾ തമ്മിൽ ക്ലിക്ക് ചെയ്യുക. അത് വലിയ സ്ക്വയർ ആയതുകൊണ്ടാണ് റെക്ടാങ്കിൾ കൊടുക്കുക. 100 ഓക്കെ. ഇവിടെ നമ്മൾ ഫില്ലറ്റ് കൊടുക്കണം. അതിന്റെ ഓപ്ഷനാണ് ഫില്ലറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ 10ന്റെ റേഡിയസ് ആണ്, 20ന്റെ റേഡിയസ് ആണ്, 20 ആക്കി കൊടുക്കുക. ഏതൊക്കെ തമ്മിലാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ താഴത്തുള്ളതായിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ഇതും തമ്മിലാണെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫില്ലറ്റ്. അതുപോലെ തന്നെ സെയിം സാധനമാണ് ചാംഫർ. ചാംഫർ അത് നമുക്ക് ചാംഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തമ്മിലും 1 ഡിസ്റ്റൻസ്, അതായത് ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക. അതാണ് 1 ഡിസ്റ്റൻസ്. അപ്പൊ 5 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ടൂൾ തമ്മിലുള്ള ചാംഫർ ഡിസ്റ്റൻസ് നമ്മൾ 5 ആയിരിക്കും. ഓക്കെ, ഇനി 5 ഇതിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് മാത്രമാണ് 1 ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് 2 ഡിസ്റ്റൻസ്, അതായത് 5ഉം 10ഉം 5ഉം 15ഉം ആണ് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എങ്കിൽ ഉണ്ടോ, ഈ ഡിസ്റ്റൻസ് ഇത് തമ്മിൽ 5ഉം 10ഉം ആണ് വേണമെങ്കിൽ ഒരെണ്ണം 5ഉം ആവും, ഒരെണ്ണം 15ഉം ആവും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ, നമുക്ക് ഡിസ്റ്റൻസും വേണം, ആംഗിള് നമുക്കൊരു 30 ഡിഗ്രി ചാംഫറാണ് വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത് നോക്കണം കേട്ടോ. അതായത് ഡിസ്റ്റൻസ് 5 വരും, പക്ഷെ ഡിഗ്രി നമുക്ക് 30 ആയിരിക്കും. ചില ഏരിയകളിൽ നമുക്ക് അതായത് ചാംഫർ നമ്മൾ പോകുന്ന ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ, അതായത് നമുക്ക് ഡിസ്റ്റൻസ് 5 കൊടുക്കാം, ആംഗിൾ ഇപ്പൊ നമ്മൾ 45 ഡിഗ്രി കൊടുത്തെങ്കിൽ നമ്മൾ നോർമലി വരുന്നതെല്ലാം 45 ഡിഗ്രിയാണ്. നമുക്ക് 60 ഡിഗ്രി ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് തിരിച്ചിടുമ്പോൾ 60 ഡിഗ്രി ഉണ്ടാവും. ഇവിടെ ഒരെണ്ണം 5 ഡിഗ്രി ആയിരിക്കും, ഒരെണ്ണം 60 ഡിഗ്രി ആയിരിക്കും ചാംഫർ. അവിടെ തിരിച്ചും വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ഡിഗ്രികൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ട് നമുക്ക് മാറ്റാം. പിന്നെ വെടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് 5 എന്ന് വെടുത്ത് പറയുകയാണെങ്കിൽ ആ വെടുത്തിനനുസരിച്ചുള്ള 5 ഇഞ്ചിന്റെ ചാംഫർ ഇവിടെ വരും. അപ്പൊ ഡിസ്റ്റൻസ് ചാംഫർ മെത്തേഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 1 ഡിസ്റ്റൻസും 2 ഡിസ്റ്റൻസും ആണ്. ഇത് മൂന്നുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഉപയോഗിക്കുന്നത്. 1 ഡിസ്റ്റൻസും 2 ഡിസ്റ്റൻസ് കുറവാണ് ഉപയോഗിക്കുന്നത്. 1 ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ മെയിനായിട്ട് 1 ചാംഫർ കൊടുക്കണം, അങ്ങനെയുള്ള കേസ്. ഇത് നമ്മൾ സ്കെച്ചിൽ ചാംഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സോളിഡ് മോഡലിൽ ചാംഫർ കൊടുക്കുന്ന മെത്തേഡ് അല്ല. നമ്മൾ ജസ്റ്റ് ഒരു സ്കെച്ച് വരക്കുമ്പോൾ അതിനൊരു ചാംഫർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചാംഫർ ടൂളാണ്. ഇത് 2D സ്കെച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഫില്ലറ്റ് 3Dയിലെ ഫില്ലറ്റ് അല്ല, ജസ്റ്റ് നമ്മുടെ മോഡലിൽ കാണിക്കുന്ന ചാംഫറാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഓഫ്സെറ്റ് എഡിറ്റ് ചെയ്ത് ഇതും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓഫ്സെറ്റ് എഡിറ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ലൈനിനെ നമുക്കൊരു 5 എണ്ണം ഓഫ്സെറ്റ് ആണ്. ഈ ലൈൻ പാരലൽ പഠിച്ചതിന് തന്നെ ഒരു സെയിം അതേ ഒരു ഓപ്ഷനാണ് ഓഫ്സെറ്റ് എഡിറ്റ്. ഇത് നമുക്ക് ഏത് ഡിസ്റ്റൻസിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യുക, അത് കോപ്പി വേണമെങ്കിൽ ചെയ്യാം, മൂവ് ചെയ്യാം, സ്ലോട്ട് വേണമെങ്കിൽ സ്ലോട്ട് പോലെ ഓഫ്സെറ്റ് ചെയ്യാം, മൂവ് വേണമെങ്കിൽ ചെയ്യാം, കോപ്പി വേണമെങ്കിൽ ചെയ്യാം, ജോയിൻ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ ലൈൻ ഓഫ്സെറ്റ് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ലൈൻ എത്രയാണോ നിങ്ങൾ 30 ആണെങ്കിൽ ആ 30 ഓഫ്സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിൽ കൂടി ജോയിനും കൂടി ആയി വരും. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓഫ്സെറ്റ് കോപ്പി. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റ് ദ ഓഫ്സെറ്റ് ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് നമുക്ക് ഓഫ്സെറ്റ് വേണ്ടത്, ഈ ഡയറക്ഷനിലാണ്. ഇനി അത് മൂവ് ആണോ വേണ്ടെങ്കിൽ മൂവ് കൊടുക്കുക. ഓക്കെ, ജോയിൻ ആണ് വേണ്ടെങ്കിൽ ജോയിൻ കൊടുക്കുക, സ്ലോട്ട് ആണ് വേണ്ടെങ്കിൽ സ്ലോട്ട് കൊടുക്കുക. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വേണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്. ഇനി ബോത്ത് സൈഡ്സ്, 2 സൈഡിലേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻ പാരലൽ കൊടുത്തത് തന്നെ ഓഫ്സെറ്റ് ബോത്ത് സൈഡ് ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ബോത്ത് സൈഡിലേക്ക് കൊടുത്താൽ ഈ ലൈനിന്റെ 2 സൈഡിലേക്കും 30 ഡിസ്റ്റൻസിൽ ഇത് മൂവ് ആവും. 15 ആണ് കൊടുക്കണമെങ്കിൽ 15. അതുപോലെ തന്നെ നമ്മൾ വേറെ സാധനം നമ്മൾ
ഇനി ഈ ഓപ്ഷൻ തന്നെ വേറൊരു ഓപ്ഷൻ ഓഫ്സെറ്റ് ചെയിൻ. അതായത് നമ്മളൊരു ചെയിനെ പിടിച്ചിട്ട് നമുക്ക്, അതായത് ഇങ്ങനെ ഒരു ചെയിനാണ്, ഇതിന് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ സെലക്ഷൻ ചെയ്യുക. ഇവിടെ ചെയിൻ സെലക്ഷൻ ഒരു ഓപ്ഷനാണ്. ചെയിൻ സെലക്ഷൻ ഇനി നമുക്ക് സിംഗിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെയിൻ സെലക്ഷൻ ഓപ്ഷനാണ് ഇത്. ഇത് എപ്പോഴും നമ്മൾ മൈൻഡുണ്ട്. അതാണ് ചെയിൻ സെലക്ഷൻ. ഈ ചെയിൻ്റെ അതായത് ഈ സർക്കിളിന് ഒരു ചെയിൻ ആക്കിയിട്ട് സെലക്ഷൻ ചെയ്യുക. ഏത് സൈഡിലേക്കാണ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യും. ഓക്കെ, നടക്കുന്നുണ്ട്. ഓഫ്സെറ്റ് ചെയ്യും. എത്രയിലേക്ക് ഇൻഡിക്കേറ്റ് ഓഫ്സെറ്റ് ഡയറക്ഷൻ. ഓഫ്സെറ്റ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഏത് സൈഡിലേക്കാണ്? 10 അല്ലെങ്കിൽ 12 നമുക്ക് ഓഫ്സെറ്റ് കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ മൂവ് കൊടുക്കാം. ഈ ഓഫ്സെറ്റ് മൂവ് ചെയ്യാം. നമ്മളിപ്പോ ഒരു മോഡലിലേക്ക് എഡ്ജിൽ നിന്നൊക്കെ വരച്ചിട്ട് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഓഫ്സെറ്റ് ചെയ്യും. കോപ്പി കൊടുക്കാം, അത് മൂവ് കൊടുക്കാം, നമ്മൾ മുമ്പ് ജോയിൻ കൊടുക്കാം, സ്ലോട്ട് കൊടുക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ചെയിനിൽ കോപ്പി ആൻഡ് മൂവ് ആണ്. ഈ രണ്ട് ഓപ്ഷനാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയിനിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. മിക്കവാറും നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം, ബോത്ത് സൈഡ് ചെയ്യാം. അത് ബോത്ത് സൈഡ് ചെയ്യാം. അതായത് ഇതിന് ഇങ്ങോട്ടും ചെയ്യാം. ഈ 9 ഡിസ്റ്റൻസിലേക്ക് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഓപ്ഷൻ. പിന്നെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അടുത്തൊരു ഇതിനകത്തൊരു ഓപ്ഷനാണ്. ഇതൊക്കെ നമുക്കൊരു ഫില്ലറ്റ്, ചാംഫർ, ഈ ഓഫ്സെറ്റ് ചെയിൻ, ഓഫ്സെറ്റ് ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ഓപ്ഷൻസ് ആണ്. നമുക്ക് ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഇത് ഞാൻ പ്രൊജക്ട് പിന്നെ പറയാം കേട്ടോ. ഇത് വേറൊരു ചെയിൻ വരുമ്പോൾ നമുക്ക് കാണിച്ചത് മനസ്സിലാകുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു സർക്കിള്, അതായത് നമുക്കൊരു ക്ലോസ് ആർക്ക് എന്ന ഓപ്ഷൻ. അപ്പം ഇത് വെച്ചാൽ നമുക്കൊരു 3 പോയിന്റ് മുമ്പ് വരച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു സർക്കിൾ, ഹാഫ് സർക്കിൾ വന്നു. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ക്ലോസ് ആർക്ക്. ഈ ആർക്ക് സെലക്ഷൻ ചെയ്യുക, എന്ത് സെലക്ഷൻ കൊടുത്താൽ ആ ആർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അത് എങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ ഈ 3D മോഡലൊക്കെ ചെയ്തു തരുന്ന സമയത്ത് നമ്മളവിടെ സർക്കിളിന്റെ കർവ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹാഫ് സർക്കിളായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഹാഫ് സർക്കിളായിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇതിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ക്ലോസ് ആവും. ആർക്കിന്റെ സെലക്ഷൻ ചെയ്ത് എന്ത് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ക്ലോസ് ആവും. അപ്പൊ നമ്മള് സ്കെച്ചിന്റെ പ്രധാനപ്പെട്ട 1-2 പോർഷൻസ് നമ്മൾ കവർ ചെയ്യലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒന്നുകൂടി തന്നെ നമ്മളിപ്പം പറഞ്ഞു പോയ കാര്യങ്ങൾ ഒന്നുകൂടി തന്നെ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചില്ല. നമ്മുടെ റെക്ടാങ്കിൾ നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് റെക്ടാങ്കിൾ. അത് നമുക്ക് ആങ്കർ ടു സെന്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ നമ്മൾ എവിടെയാണോ ഒറിജിൻ, അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതിൽ കുറെ സർക്കിൾസ് ഉണ്ട്, കുറെ ലൈൻസ് ഉണ്ട്. നമുക്കിപ്പം ഇങ്ങനെ കുറെ ലൈൻസ് എല്ലാം ഉണ്ടെന്ന് വെച്ചു. നമുക്ക് ഏതിന്റെ ബേസ് പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ റെക്ടാങ്കിൾ വരയ്ക്കാം. ഈ ഒറിജിനൽ മാത്രം റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ റെക്ടാങ്കിൾ വരയ്ക്കുന്ന സർക്കിളിന്റെ സെന്ററിൽ നിന്നാണെങ്കിൽ ആങ്കർ ടു സെന്റർ ഇതിന്റെ സെന്ററിൽ നിന്ന് വരും കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ മുമ്പെടുത്ത പോലെ തന്നെ ഇതാണ് ഞാൻ ഈ ഓപ്ഷൻ ആദ്യം തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു. മിഡ് പോയിന്റ് എടുക്കുക, ഈ ലൈൻ സെലക്ഷൻ ചെയ്യുക, പോയിന്റ്. ഇനി ആങ്കർ ടു സെന്റർ മാറ്റി ഇനി എൻഡ് പോയിന്റിൽ നിന്ന് നമുക്കൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻഡ് പോയിന്റ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാം. അതുപോലെ റെക്ടാങ്കിൾ ഷേപ്പ് അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഈ ഡി കോളറൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു സിംഗിൾ ഡി കോളർ നമ്മൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധനം ഡി കോളർ. ഇവിടെ നമുക്ക് ഡിയുടെ ഇതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാം. ഇല്ലറ്റ് 0 കൊടുത്താൽ അവിടെ 0 ഷാർപ്പ് 0 വരും. ഓക്കെ, ഹൈറ്റ് നമുക്ക് ഡിയുടെ ഹൈറ്റ്, വിഡ്ത്ത്, ആർക്കിൾ അതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ റെക്ടാങ്കിൾ ഇത്
നമ്മൾ മറ്റേ ഈ ഇത്തരത്തിലുള്ള സോട്ടുകൾ വരയ്ക്കുമല്ലോ നമ്മള് ഈ ഗ്രൂ ടൈപ്പ് വരയ്ക്കും. അതാണ് ഈ സാധനം ഒബ്രോണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിന് നമ്മൾ ഇവിടെയാണ് നമ്മൾ എല്ലാത്തിന്റെയും ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, റേഡിയസ്, ആംഗിൾ ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ. അതുപോലെ ഡബിൾ ഡി, രണ്ട് സൈഡിലും ഡി വേണ്ട ഒരു സംവിധാനമാണ് കാണാൻ വരയ്ക്കണമെങ്കിൽ ഈ സർക്കിളിനെ വെച്ചിട്ട് രണ്ട് സൈഡിലും അതിന്റെ ഡി വരും. രണ്ട് സൈഡിലും ആ ഒരു ഡി വന്നിരിക്കുന്നുണ്ട്. അതാണ് ഡബിൾ സൈഡ് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ ഓരോ മോഡലുകളിൽ നമ്മൾ സ്കെച്ചുകൾ വരച്ചു വരുമ്പോൾ നമുക്കത് ശരിക്കും അത് ഒന്ന് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പം അത് ചെയ്ത് നമ്മൾ റെക്ടാങ്കിൾ വരച്ച് അതില് ഫില്ലറ്റുകൾ കൊടുത്ത് രണ്ട് സൈഡ് എഡ്ജ് പറഞ്ഞിട്ട് ഫില്ലറ്റുകൾ കൊടുത്ത് ഫില്ലറ്റ് വരച്ച് പിന്നെ ചാംഫർ, അതുപോലെ 1 ഡിസ്റ്റൻസ് 2 ഡിസ്റ്റൻസ്. 1 ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ മതി, 5 കൊടുത്തു കഴിഞ്ഞാൽ 1 ഡിസ്റ്റൻസ് ചാംഫർ. സൈസ് വലുതാണോ നിൽക്കുന്നത് ചാംഫർ 2 പോയിന്റ് എടുത്തിട്ട് 1 ഡിസ്റ്റൻസ്, 2 ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുത്താൽ 5, 15. ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ പറഞ്ഞു കൊടുത്താൽ ഇവിടെ 5, 60 ഡിഗ്രി. ഓക്കെ. അതൊന്നും പിന്നെ ഓഫ്സെറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഒരു സാധനത്തിന് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ ഇത് സിംഗിൾ സെലക്ഷൻ, സെലക്ട് സൈഡ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് ഏത് സൈഡാണോ അത് സൈഡ് പറഞ്ഞു കൊടുക്കുക. ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ. നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈഡിലേക്ക് ഇതിന് ഓഫ്സെറ്റ് ആയി വേണം. ഇനിയിപ്പോ ഇതിന് ഓഫ്സെറ്റ് ചെയിൻ ആണ് വേണ്ടെങ്കിൽ, അതായത് ഫുള്ളായിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിന് ഫുള്ളായിട്ട് ഒറ്റ ഇതായിട്ട് ചെയിൻ വേണ്ടെങ്കിൽ അതിന് സെലക്ഷൻ ചെയ്യുക, പോയിന്റ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ബോത്ത് സൈഡ് കൊടുത്തിരിക്കുന്നതാണ് എല്ലാ സൈഡിലേക്കും വന്നത്. നമ്മൾ ഏത് സൈഡിലേക്കാണോ പറഞ്ഞത് ആ സൈഡിലേക്ക് ഈ ഒരു സാധനം നമുക്ക് ഓഫ്സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ മോട്ടർ പത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഓഫ്സെറ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് ഓഫ്സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൂൾ പുറത്തേക്ക് കുറച്ചുകൂടിയൊക്കെ ഇറങ്ങി വരണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്ന ചെയിന് നമുക്കൊന്നുകൂടി ഓഫ്സെറ്റ് ചെയ്യണം എന്നൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഓഫ്സെറ്റ് ചെയിൻ. ഓക്കെ. പിന്നെ ഇതുപോലെ ക്രോസ് ആർക്ക്, അതായത് സർക്കിളിന്റെ ആർക്ക് ക്രോസ് ചെയ്യുന്നതിന് വേണ്ട ഒരു സർക്കിള്. പിന്നെ നമ്മുടെ പിച്ച് സർക്കിള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹോളിനകത്ത് നമ്മൾ ജസ്റ്റ് ഈ PCD ഹോൾസ് മെഷീൻ അത് നമ്മൾ ഡ്രോയിങ്ങിൽ തരും. നമുക്ക് PCD ഹോൾസ് എത്ര ഡയമീറ്ററിലുള്ള PCD ആണ് വേണ്ടത്. നമ്മൾ മെഷീൻ പലപ്പോഴായിട്ട് നമ്മൾ ഇങ്ങനെ PCD ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വരയ്ക്കേണ്ട ഒരു ഇതാണ് സംഭവം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ട്രിമ്മ്, നമ്മൾ പറഞ്ഞ M20s, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. 180 ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിന് മാത്രം കട്ടിങ് ഒന്നും ഉണ്ടാവില്ല. 280 ആണെങ്കിൽ ഇത് ഷാർപ്പ് എവിടെയാണോ നമ്മൾ 280s തമ്മിൽ ഇന്റർസെക്ഷൻ ആണ് പോയിന്റ്, അവിടെ വെച്ച് ഒരു ഷാർപ്പ് ആവും. അതാണ് ട്രിമ്മൻറ്റീസ്. പിന്നെ അതിന്റെ ഡിവൈഡ് തന്നെ, അതിന്റെ ഒരു ഓപ്ഷൻ ഡിവൈഡ്. ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് വരച്ചു വെച്ചത്. അപ്പൊ ഇതിന് നമുക്ക് കുറെ ഐറ്റംസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. നമുക്ക് ഇതിന് സെൻട്രൽ ഒരു ലൈൻ ഉണ്ട്, അത് മാത്രം നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമുക്ക് കളയാം. ആ ഒരു ഓപ്ഷനാണ്
ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടായി പൊക്കോളും. ഒരു പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടാത്തത് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമുക്കതൊരു കറക്റ്റ് നമ്മൾ ടൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളൊരു അടുത്ത ക്ലാസ് പോലെ നമ്മൾ ചെറിയ ചെറിയ സ്കെച്ചുകളാണ്. അപ്പൊ നമ്മൾ ഇത്ര പഠിച്ച ഈ ഒരു ഐറ്റംസിന്റെ ഇത് വെച്ചിട്ട് ഒരു സ്കെച്ചുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന്റെ സോളിഡ് ആയിട്ടുള്ള ഇവിടെ കുറെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സോളിഡ് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ നമുക്ക് ഇത് വരയ്ക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സോളിഡ് വ്യൂ നിങ്ങൾ കാണിക്കാം. പക്ഷെ അത് അങ്ങനെ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ട് ഞാനത് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ വരച്ചൊരു സാധനമാണെങ്കിൽ അതിന്റെ എക്സ്പ്ലോറേഷൻ കണ്ടാം എനിക്ക് ഇതൊക്കെ വരയ്ക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ടൂൾസുകൾ എന്താണെന്ന് അറിഞ്ഞ് ആ ടൂൾസിന് ബേസ് ചെയ്തിട്ടുള്ള 2-3 സ്കെച്ചുകൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ ടൂൾസ് നല്ല തറവാകുള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ മോഡൽസ് ഒക്കെ നല്ലപോലെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിരുന്ന ഇവിടെയൊക്കെ നിങ്ങൾ നോക്കും, ഇതിന്റെ ഇടയിലൊക്കെ കുറെ സാധനങ്ങൾ പറയാതെ പോയിട്ടുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് തോന്നും. പക്ഷെ അതൊക്കെ നമുക്ക് ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ ടൂൾസിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ. എല്ലാം പറഞ്ഞുതരാം. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ചെറിയൊരു ബേസിക് സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ് നമ്മളിപ്പോ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നാളെ നമുക്കൊരു 2-3 സ്കെച്ചുകൾ വരയ്ക്കുമ്പോൾ നമുക്ക് അപ്പൊ ഞാൻ നമ്മുടെ വാട്സാപ്പിലേക്ക് ആദ്യം തന്നെ ആ ടൂൾ ഇതിലൊരു സ്കെച്ചിന്റെ ഫോട്ടോ അയച്ചു തരാം. എന്നിട്ട് ആ സ്കെച്ച് എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളത് നമ്മൾ ഈ പഠിച്ച ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് കാണാം. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഈ ടൂൾസുകൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നാളത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ എല്ലാവരും ഷാർപ്പ് ടൈമിൽ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. ഒരു 5-10 മിനിറ്റ് ഒക്കെ കുഴപ്പമില്ല, എന്നാലും ഒത്തിരി ലേറ്റ് ആകാതെ മാക്സിമം നമുക്ക് ഷാർപ്പ് ടൈമിൽ തന്നെ ഒക്കെ നോക്കാം. ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ശരി, എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യട്ടെ. ശരി. ഓക്കെ, ശരി. അവതാരമായി കൊള്ളയുണ്ടോ വേറെ അതോടെ ഇവരൊക്കെ ഫോം വെച്ചിട്ട് എവിടെ പോയിരിക്കും തോന്നുന്നതാ. പഠിച്ചോണ്ട് വീട്ടിൽ കയറി
ചോറ്